സംശയം ഞാൻ കത്തിലൂടെ ചോദിച്ചു. ശ്രീ ഇന്നസെൻ്റ് അതിനെക്കുറിച്ച് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ വിശദീകരിച്ചു. ആ കത്തിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ച അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ അവരെനിക്ക് തന്നു. അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു പ്രസക്തിയില്ല. ആ കത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരോ പുറത്തു വിട്ടിരിക്കുകയാണ്. അത് എല്ലാം ഒളിച്ചു വെച്ച കത്തല്ല. പ്രസിഡന്റിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ അയച്ചു കൊടുത്ത കത്താണ്. ആ കത്ത് അമ്മയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി ഒരു അംഗമെന്ന നിലയിൽ അകത്തുനിന്ന് എഴുതിയ കത്താണ്. അത് പുറത്ത് ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ദിവസം രാത്രി നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിങ്ങൾ പുറത്ത് പലതുമാണ് എഴുതി കാണിച്ചത്. അകത്ത് ചർച്ച വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ വേറെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഇതിലെ ഓരോ പാരഗ്രാഫും എടുത്തു വെച്ച് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ച സംശയങ്ങളിൽ അവർ മറുപടി പറഞ്ഞു. പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ആ രാത്രി തന്നെ പരിഹരിക്കാമെന്ന് അവർ ഉറപ്പ് തന്നു. അത് കമ്മിറ്റി തീരുമാനമായിട്ട് എഴുതി വെച്ചതിന് ശേഷമാണ് അടുത്ത ദിവസം ജനറൽ ബോഡിയിലേക്ക് വരുന്നത്. ജനറൽ ബോഡിയിൽ വരുമ്പോൾ ഈ വിഷയം നിങ്ങൾ ഈ ചോദിച്ച വിഷയത്തിൽ വിഷയം എന്താണെന്ന് പറയാൻ പോലും പേടിയാണ്. കാരണം വൈകിട്ടാകുമ്പോൾ അത് എങ്ങനെ വരുന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ചോദിച്ചു. അക്കാര്യത്തിൽ ഞാൻ തന്നെയാണ് എല്ലാവരോടും നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും സംശയം എന്നുള്ള അർത്ഥത്തിലാണ്. അത് പറയാൻ പറ്റില്ലല്ലോ. ചോദിക്കണം എന്ന് പറഞ്ഞു. അത് അവിടെ ചർച്ച ചെയ്യാൻ അപ്പോൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ചോദിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടന നേരിടുന്ന ചില ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് പ്രധാനമായും ഞങ്ങൾ ചർച്ച ചെയ്തത്. അല്ലാതെ മറ്റു കാര്യങ്ങൾ ഇല്ല. അങ്ങനെ ചർച്ചയൊന്നും ഉണ്ടായില്ല. ഏത് ആരെങ്കിലും ഒരു ചർച്ച ഞങ്ങളങ്ങനെ അമ്മയുടെ ചരിത്രത്തിൽ പ്രമേയങ്ങൾ പാസ്സാക്കുന്ന പതിവില്ല. നാട്ടിൽ എന്തെങ്കിലും വിഷമകരമായ കാര്യങ്ങൾ ഇപ്പം ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി. ഞങ്ങൾ വളരെ നല്ല സഹായം രംഗത്ത് വന്നു. സുനാമി ഉണ്ടായ കാലത്തും ഞങ്ങൾ നല്ല സഹായത്തോടെ രംഗത്ത് വന്നു. സംഘടന അമ്മ നല്ല കാര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഗവൺമെൻറ്റിന് പോലും കഴിയാത്ത വിധത്തിൽ ഏതാണ്ട് 118 പേർക്ക് 5000 രൂപ വെച്ച് കലാകാരന്മാർക്കും കലാകാരികൾക്കും പെൻഷൻ കൊടുക്കുന്നു. സർക്കാരിൻ്റെ ക്ഷേമനിധിയിലേക്ക് പണമടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത നാടക നടന്മാർ, കലാകാരന്മാർ, നർത്തകർ ഇവർക്കെല്ലാം നടീനടന്മാർക്കെല്ലാം ഞങ്ങൾ 13,000 രൂപ ഒറ്റത്തവണയായിട്ട് അടച്ചു കൊടുത്ത് ആ ക്ഷേമനിധിയിൽ അവരെ അംഗങ്ങളാക്കി അവർക്ക് മാസാമാസമുള്ള പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നില്ലേ? അത് പിരിച്ചുവിടാൻ പറ്റില്ല. നന്നായി നടത്തണം എന്നുള്ള അഭിപ്രായം. നന്നായി നടത്താനാണെങ്കിൽ പിന്നെ പിരിച്ചുവിടലായിരുന്നു. അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളില്ലേ. എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിനകത്ത് ഇന്നസെന്റിനോട് കത്തിലൂടെ ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ എനിക്ക് തൃപ്തികരമായ മറുപടി കിട്ടി. എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് ഞാൻ നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല. എനിക്ക് കിട്ടിയ മറുപടി എനിക്ക് തൃപ്തികരമായിരുന്നുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അമ്മയുടെ ജനറൽ ബോഡിയിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള സംശയങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അവിടെയും ആർക്കും സംശയം ഉണ്ടായില്ല. ഉണ്ടെങ്കിലല്ലേ ദൂരീകരിക്കാനൊക്കൂ. അപ്പം നിങ്ങൾ ചോദ്യത്തിനല്ലേ ഉത്തരം അതാരാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊടുക്കത്തില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ കത്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് പണി ഞാൻ ചെയ്യാം. അല്ല, ആര് ദുരൂഹമൊന്നുമില്ല. ഒരു സംഘടനയ്ക്കകത്ത് അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കത്താണ്. എൻ്റെ സംഘടനയുടെ പ്രസിഡന്റിന് കത്ത് കൊടുക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് അത് വായിക്കാൻ റൈറ്റ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അത് സ്വീകരിക്കാനും തള്ളിക്കളയാനും അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു. ഞാൻ തൃപ്തികരമായ നിലയിൽ ആ കത്തിൽ നിന്ന് കത്ത് പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാടിലെത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസം ജനറൽ ബോഡിയിലെ കത്ത് ചർച്ച ചെയ്യുമായിരുന്നു. ഏത് അല്ല, അമ്മയുടെ എക്സിക്യൂട്ടീവ് നടന്നാലും ഞാനെങ്ങനെ പുറത്തു പറയുന്നത്? കാരണം ഞാൻ പറഞ്ഞില്ല, കത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സംതൃപ്തി എനിക്കുണ്ടായി എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു പൊതുപ്രവർത്തകനും ഒരു സാധാരണ കലാകാരനുമാണ്, ഒരു സാധാരണ പൊതുപ്രവർത്തകൻ. പക്ഷെ ഞാൻ ഉന്നയിച്ച സാധാരണ ഒരു അംഗം എന്ന നിലയിൽ ഉന്നയിച്ച ആശയങ്ങൾ അത് മുഴുവൻ വായിക്കണം. അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തെടുത്ത് എന്തോ ഒരു കുഴപ്പം കാണിച്ചതുപോലെ കൊടുക്കുന്നത് ശരിയല്ല. ആ കത്ത് മുഴുവൻ വായിച്ചോ? നിങ്ങളിൽ എത്ര പേര് ആ കത്ത് മുഴുവൻ വായിച്ചു? ഇല്ല, അതൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അമ്മ അതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അമ്മയിൽ നിന്ന് ഒരാൾ പോലും, ഞാൻ ഒരു ഉറപ്പിച്ച് പറയാം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അത് ഒരു സംശയവും കാര്യത്തില്ല. ഞങ്ങൾ അങ്ങനെ നീതികേട് ഞങ്ങൾ നിൽക്കാറില്ല ഒരിക്കലും. ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വാർത്താ സമ്മേളനം ഇട്ട് റീവൈൻഡ് ചെയ്ത് നോക്ക്, ജനങ്ങളെ കാണിച്ചു കൊടുക്ക്. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സംഘടനയുടെ കാര്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ സംഘടനയുടെ കാര്യം പറയുന്നതിന് എനിക്ക് അവകാശമില്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശമില്ലേ? ഞാൻ ചോദിച്ചു, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക, കമ്മിറ്റി നടക്കുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ KPCC-യുടെ യോഗം നടക്കുകയാണ്. അകത്തെന്ത് തീരുമാനിക്കണം, എന്ത് പറയണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്? നമ്മളാണോ? നമ്മൾ ഇല്ല. അത്തരത്തിൽ പരാതികളാണ്. അത് ആ തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും കമ്മിറ്റി അത് വിശാലമായി, നിങ്ങൾ പുറത്ത് TV-യിൽ എഴുതി കാണിച്ചുള്ള കാര്യങ്ങളല്ല അകത്ത് സംസാരിച്ചത്. അകത്ത് ഈ കത്ത് മറ്റ് ചില ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, നിയമപരമായ ബുദ്ധിമുട്ട്. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് കത്ത് പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാട് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ കത്ത് ജനറൽ ബോഡി ചർച്ച ചെയ്യുന്നതിലും വിരോധം എന്നുള്ള കാലത്തൊന്നുമല്ല. അതിൽ മോശമായ ഒരു പരാമർശവും കത്തിലില്ല.
അല്ല, വിശാലമായ ചർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ വിശാലമായ ചർച്ചയൊന്നും നടന്നില്ല. സംശയം ഉണ്ടെങ്കിൽ ആർക്കും എന്തുണ്ടെങ്കിലും ചോദിക്കാം. അത് ഇന്നസെന്റ് വിശദീകരിക്കുന്നു ഞാനാണ് പറഞ്ഞത്. അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയിൽ അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ആക്ഷൻ എടുത്തു എന്ന് പറയാൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. ശ്രീ മമ്മൂട്ടി പറഞ്ഞു നാളെ ഗണേഷ് തന്നെ അത് അവതരിപ്പിക്കുക, ഗണേഷ് കുമാർ തന്നെ പറയുക ഇങ്ങനെ എന്ത് നമ്മുണ്ടെങ്കിലും ഇന്നസെന്റ് ആൻസർ എടുത്ത നടപടികളെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശരി നിങ്ങൾ ചോദിക്കൂ, ഇന്നസെന്റ് എന്തിനും ആൻസർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും സംശയം ഉണ്ടായില്ല. ഇല്ല, അത് വെറുതെ പറയുന്നതാണ്. മുകേഷ് എന്തിനാണ് പിൻവലിച്ചത്? മുകേഷ് ഒന്നും പറഞ്ഞില്ലല്ലോ. മുകേഷ് മൈക്കില്ലാത്തതുകൊണ്ട് ഒച്ചത്തി സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല, മുകേഷ് തെറ്റൊന്നും പറയാം. മുകേഷിനോട് ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടില്ല. അത് കേൾക്കാൻ ആ ഓളിയം കൂട്ടിയിട്ട് ആ ചോദ്യം എന്താണെന്ന് ജനങ്ങളും മാധ്യമങ്ങളും ഒന്ന് കേൾക്കണം. കേട്ടതിന് ശേഷം മുകേഷിനെ പഴിക്കുക. ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ അപ്പോഴത്തെ മൂടല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന ആളിന്ന സമയത്ത് മിണ്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ശ്രീ മുകേഷ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുകേഷ് അനാവശ്യം ഒന്നും പറഞ്ഞില്ല. മുകേഷിനോട് ആ സമയത്ത് അവിടെ ഇരുന്ന ഒരു പത്രപ്രവർത്തകനാണോന്ന് എനിക്കറിയത്തില്ല, ഒരു വ്യക്തി ഒരു വളരെ മോശമായൊരു ചോദ്യം ചോദിച്ചു. അതിനെ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളത്. അത് മൈക്കില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒച്ചത്തി സംസാരിച്ചതല്ലാതെ അദ്ദേഹം മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ കേട്ടുകൊണ്ടിരുന്ന ആളാണ്. എന്റെ പ്രസംഗത്തിൽ നിങ്ങൾ പറയും എന്താണ്, എന്തെങ്കിലും സ്ത്രീ വിരുദ്ധ പരാമർശമുണ്ടോ, എന്തെങ്കിലും ഞാൻ എന്റെ സംഘടനയെക്കുറിച്ചും അതിലെ അംഗങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത് പേടിച്ചോടേണ്ട കാര്യം വല്ലതാണോ? ഞാൻ ഒരു കാര്യം പറയുന്നതെല്ലാം അപ്പം തന്നെ സാധിച്ചെടുക്കാൻ പറ്റും. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇപ്പം തന്നെ സാധിക്കണം. അതിനകത്ത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ കാണും. നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തി കാണിക്കുന്നു. അതിനകത്ത് വികലാംഗർക്ക് സ്കൂട്ടർ കൊടുക്കണമെന്നും പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്നും ക്യാൻസർ രോഗിയെ സഹായിക്കണമെന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം അംഗീകരിച്ചല്ലോ അവർ. ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളെല്ലാം അംഗീകരിച്ചില്ലേ? പിന്നെന്താണ്? പിന്നെ നമ്മൾ ഒരു ക്യാൻസറിന്റെ വണ്ടി ഇറക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ആ വണ്ടി ഇറക്കാൻ കഴിഞ്ഞില്ല. കാരണം 3.5 കോടി, അത് ഞാൻ ചോദിച്ചപ്പോൾ 3.5 കോടി ചിലവാക്കി വണ്ടി വാങ്ങാൻ തയ്യാറായി. പക്ഷെ ഒരു മാസം ഡോക്ടറുടെ ശമ്പളം തന്നെ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരും. കാരണം റേഡിയോളജിസ്റ്റ് വേണം, ക്യാൻസർ ഒക്കെ പരിശോധിക്കാനുള്ളതാണ്. വെറും സാധാരണ ടെക്നീഷ്യൻ പറ്റില്ല. ഉയർന്ന ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ വേണം. അത് അമ്മയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയെന്ന് ഇന്നസെന്റ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉത്തരം കറക്റ്റ് അല്ലേ? അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഞാൻ അംഗീകരിക്കണ്ടേ? നമുക്ക് റെക്കറിങ് എക്സ്പെൻഡിച്ചർ താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇല്ല, ആ പ്രശ്നത്തിൽ എന്തൊക്കെ നടപടികളാണ് അമ്മ സ്വീകരിച്ചതെന്ന് ശ്രീ ഇന്നസെന്റ് തലേദിവസം രാത്രി എന്നോട് വിശദീകരിച്ചു. ഞങ്ങളുടെ കമ്മിറ്റിയിൽ അദ്ദേഹം വിശദീകരിച്ചു. മമ്മൂട്ടി അദ്ദേഹം വിശദീകരിച്ചു. ആ വിശദീകരണം തൃപ്തികരമാണെന്ന് തോന്നിയുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയാത്തത്. ശരിയെന്ന് ഞാൻ ഒരു കാര്യം, ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊരു അംഗീകരിക്കത്തില്ല. പക്ഷെ ഞാനൊരു വിഷയം ഉന്നയിക്കുന്നു. ആ വിഷയത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയാൽ അവിടെ ഇരിക്കണം. അതാണ് എൻ്റെ ധാരണ. ഞാൻ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം തൃപ്തിയായ ഉത്തരം നിയമസഭയിലാണെങ്കിലും പറഞ്ഞാൽ അവിടെ ഇരിക്കണം ഞാൻ. അതാണ് എൻ്റെ അന്തസ്സ്. ഞാൻ ചോദിച്ച ചോദ്യത്തിനെല്ലാം അദ്ദേഹം ഉത്തരം പറഞ്ഞു. അത് തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അല്ലാതെ ഇല്ല, ഞാൻ മറ്റ് സംഘടനയെക്കുറിച്ച് അഭിപ്രായം പറയത്തില്ല. മറ്റ് സംഘടന അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം പറയേണ്ടത് ഇതിൻ്റെ പ്രസിഡന്റ് ഇന്നസെന്റ് ആണ്, ഞാനല്ല. ഞാനായിരുന്നു അഭിപ്രായം. അല്ല, അതാ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഇത് പ്രയോജനം നിങ്ങളാരും ചോദിക്കില്ലേ, ഞാനാരും ചോദിക്കില്ലേ? ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിച്ച വിഷയം എഴുത്ത് മുഴുവൻ വായിച്ചിട്ട് ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ അതിനകത്ത് നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ അയക്കൂ. എല്ലാവരും വായിക്കട്ടെ. രഹസ്യ കത്തൊന്നും അല്ലല്ലോ. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടോ? ആ കത്ത് മുഴുവൻ വായിച്ച ഒരാളെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ. എല്ലാവരും വായിച്ചിട്ടില്ല. ഈ കത്ത് പുറത്തുവിട്ടത് ഞാനല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനല്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാനോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി